മമ്മൂക്കയുടെ ബസൂക്ക ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങി വിത്ത് ഫാൻസിൻ്റെ കൂടെ പടം കണ്ടത് കിടിലം പടം. എപ്പോഴും നവാഗത സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടി അടുത്തൊരാളെ കൂടെ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, ഡീനോ ഡെന്നിസ്. കിടിലം പടം. ഈ പടം തുടങ്ങി കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവന് പണി അറിയാൻ ഡയറക്ടർക്ക്. കാരണം ഓരോ ഫ്രെയിമും മമ്മൂക്ക പറഞ്ഞ പോലെ ഓരോ ഫ്രെയിമും പഠിച്ചാ വെച്ചേക്കുന്നത്. അതായത് ഈ സ്ലോ മോഷനൊക്കെ ഇടയ്ക്ക് എപ്പോഴും അമൽ ചെയ്ത സിനിമയാണോ നമ്മൾ കാണാൻ തോന്നിപ്പോയി. കാരണം ആ സ്ലോ മോഷനിൽ നടത്തും, അങ്ങനത്തെ ഫ്രെയിമിങ്, ആ ഫ്രെയിം റേറ്റ് ഫുൾ സ്ക്രീനില്ല കേട്ടോ, മുകളിലും താഴെ ഫ്രെയിം റേറ്റ് വ്യത്യാസമുണ്ട്. എന്നിട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് മമ്മൂട്ടിയുടെ എൻട്രി ആയി, കഥ പിന്നെ ഒരു ബസ്സിനകത്തായി, അങ്ങനെ കഥ പയ്യെ മുമ്പോട്ട് പോകും. കുറേ കാലത്തിന് ശേഷം ഞാനിന്നൊരു വല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാൻ പറ്റി. സാധാരണ ഈ മൾട്ടിപ്ലക്സിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ബാഗ് ഇവർ ചെക്ക് ചെയ്യും, ബാഗിനകത്ത് എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും, നമുക്കൊന്നും ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പടം കണ്ടോണ്ടിരിക്കുക. അപ്പോൾ മമ്മൂക്കയുടെ എൻട്രി ആയപ്പോഴത്തേക്ക് എൻ്റെ പുറകെ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എടുത്തെറിയാൻ തുടങ്ങി. പണ്ട് എത്രയോ കാലത്തിന് മുന്നെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് പറ്റത്തില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ നിറച്ച് പേപ്പർ. കുറേ കാലത്തിന് ശേഷം ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. പിന്നെ പടം തുടങ്ങി, പടത്തിൻ്റെ ട്രാക്ക് മാറി, മമ്മൂക്ക പയ്യെ 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 ഗ്രോത്ത്, ആ കഥയുടെ ഗ്രോത്ത് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും പടം ഒന്ന് ലാഗ് ആയോ. നമ്മുടെ ഗൗതം വാസുദേവനുണ്ട്, പുള്ളിയും നൈസായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ ഈ മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് ഒരു പിടുത്തമില്ല ദൈവമേ. ഇപ്പോഴും ആ കണ്ണി കണ്ടത് ഇങ്ങനെ കിളി പറന്ന് നിൽക്കുക. മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ ഈ അവസാനത്തെ 2 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. ഇങ്ങനെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് എല്ലാം 1 by 1 ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി എക്സ്പ്ലോർ ചെയ്യുക, ഇത് കണ്ട് നമ്മളും എക്സ്പ്ലോർ ചെയ്യുക. വന്നിങ്ങനെ അതിൻ്റെ കൂടെ അടുത്തൊരു പടം ബസൂക്ക. ഇത് മമ്മൂക്ക തൻ്റെ കരിയർ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു കഥാപാത്രം. വിഷു മമ്മൂക്ക തൂക്കി. അജിത്തിന്റെ പടത്തിന് കിടില റിവ്യൂ എന്നാണ് കേൾക്കുന്നത്. ഇതാണ് പോക്കെങ്കിൽ ഈ വിഷു ബോക്സ് ഓഫീസ് തകർത്ത് വാരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ബസൂക്ക കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയില്ലെങ്കിൽ അതിന്റെ നഷ്ടം നിങ്ങൾക്കാ. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പൊളിച്ചൊരു സിനിമ ചെയ്തിട്ട് ഇത് തിയേറ്ററിൽ പോയി ഈ വിഷുവിന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിഷുവാ. പോയി എൻജോയ് ചെയ്യാം. കിടിലം പടം, കിടിലോസ്കി പടം. ഈ പടത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മമ്മൂക്കയുടെ ഫൈറ്റ് ഒരു ഗംഭീര കിടലം ഫൈറ്റ്സ് ഉണ്ട്, ഒരു ഗൺ ഫയറിംഗ് സീനുണ്ട്. ഇനി ഇതിന്റെ ഇന്റർവെൽ ഒരു കിടല ഒരു നമ്മൾ ഇതുവരെ ഒരു സിനിമയിൽ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഇന്റർവെൽ എഴുത്താ. അതും ഒരു രക്ഷയില്ല. ഒന്നുമില്ല, വിട്ടോ തിയേറ്ററിലോട്ട് വിഷു അടിച്ച് പൊളിക്കുക വിത്ത് മമ്മൂക്ക ആൻഡ് ബസൂക്ക.